നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോക്കിയേ രാവിലെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള കാഴ്ചയാട്ടോ സൂര്യനിങ്ങനെ ഉദിച്ച് വരുന്നത് കേട്ടോ. ഇതൊക്കെ വീഡിയോ എടുക്കാൻ ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ്. എവിടെ സൂര്യൻ ഉദിക്കുന്നത് അസ്തമിക്കുന്നത് കണ്ടാൽ അപ്പോൾ ഫോൺ എടുക്കുക വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് നടക്കും കേട്ടോ. അതിപ്പോൾ യാത്ര ചെയ്യുമ്പോഴായാലും അങ്ങനെ തന്നെയാണ്. അതിൻ്റെ പുറകിൽ നിന്ന് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ രാവിലെ വേദയെ സ്കൂളിൽ വിടുന്ന തിരക്കാണ്. കഴിഞ്ഞ ദിവസം പാലക് ചീര വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പാലക് ചീര ഡാൽ കറിയാണ് ഞാനിന്ന് ഉണ്ടാക്കിയത്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഏട്ടനോട് രാവിലെ ചോദിച്ചു, ഒന്ന് രാവിലെ എഴുന്നേറ്റ് വരൂ വീഡിയോ എടുക്കാനായിട്ട് എന്ന് ചോദിച്ചു. അപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഏട്ടനെ കണ്ടില്ല. പിന്നെ ഞാനും വീഡിയോ എടുക്കാനായിട്ട് നിന്നില്ല. അപ്പോൾ വേദിക്കുന്ന സ്കൂളിൽ ചോറും ഈ ചീരക്കറിയും പിന്നെ കഴിഞ്ഞ ദിവസം ചാള വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ ഞാൻ വേദയ്ക്ക് കുറച്ച് ഫ്രൈ ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് മിക്കവാറും ഇന്നത്തെ ഉച്ചത്തേക്കും വൈകിട്ടത്തേക്കും വേദയ്ക്ക് സ്കൂളിൽ കൊടുത്തു വിടാനും ഒക്കെ ഉണ്ടാവും കേട്ടോ. അത് പീര പോലും വയ്ക്കാണ്ട് ഞാൻ മാറ്റി വെച്ചത് തികയില്ല എന്ന് കരുതിയിട്ടാണ്. പക്ഷേ ഇതിപ്പോൾ ഉണ്ടായിരുന്നു. അത് വറുത്ത് വന്നപ്പോഴേ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അധികം ഇവിടെ ആരും കഴിക്കത്തില്ല, പേരിന് വേണ്ടിയിട്ട് മാത്രം മതി. പക്ഷേ പേരിന് വേണ്ടിയിട്ടായാലും മീൻകറി ഏട്ടന് നിർബന്ധമാണ്. എന്നും ദിവസവും നോൺ വെജ് എന്തായാലും നിർബന്ധമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇന്നലെ നമ്മൾ അപ്പത്തിൻ്റെ മാവ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് തന്നെയാണ്. അപ്പം കൊള്ളായിരുന്നു കേട്ടോ. ഞാൻ പുറത്ത് വെച്ചിരിക്കായിരുന്നു മാവ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും എടുത്ത് ഫ്രിഡ്ജ് വെച്ചിരിക്കും. പുറത്തുനിന്ന് വാങ്ങുന്ന മാവാണെങ്കിൽ, നമ്മൾ അരയ്ക്കുന്ന മാവാണെങ്കിൽ ഞാൻ വെളിയിൽ തന്നെ വെച്ചിരിക്കും. പക്ഷേ ഇന്നലെ ഞാൻ മറന്നുപോയി മാവെടുത്ത് അകത്ത് വെക്കാനായിട്ട്. പക്ഷേ എന്നിട്ട് മാവ് ചുട്ടപ്പോൾ അപ്പം ചുട്ടപ്പോൾ അധികം പുളി ഉണ്ടായിരുന്നില്ല, നല്ല അപ്പമായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും ആ ചീരക്കറിയും തന്നെയായിരുന്നു. ഉച്ചയ്ക്കും ആ ചീരക്കറിയും മീൻ വറുത്തതുമായിരുന്നു. എന്നിട്ടെന്താ വേറെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. മറ്റേ എക്കോ മൂവി വന്നിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. നല്ല മൂവിയായിരുന്നു കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. തിയേറ്ററിൽ പോയിരുന്ന് കാണേണ്ടതായിരുന്നു എന്ന് പിന്നീട് തോന്നി. നല്ലൊരു മൂവി, അത് കാണണമായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടു. കുറേ കഴിഞ്ഞിട്ട് ഒരു ഉറക്കമൊക്കെ ഉറങ്ങി. ഇപ്പം ഉച്ച ഉറക്കം എന്നും ഉണ്ട് കേട്ടോ. ഉച്ചയാകുമ്പോൾ നീ ഇങ്ങനെ കണ്ണടങ്ങി വരും കേട്ടോ. പിന്നെ പോയിന്ന് കിടക്കുമ്പോൾ നല്ല സുഖമാണ്. പിന്നെ ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോൾ ഒരു ഭയങ്കര ക്ഷീണമാണ് കേട്ടോ. പിന്നെ അതുപോലെ ഇപ്പോൾ ഉള്ള ഒരു ശീലം എന്ന് പറയുന്നത് ബ്ലാക്ക് കോഫി കുടിക്കുക എന്നുള്ളതാട്ടോ. അതും ഇപ്പോൾ ഒരു ശീലമായിട്ട് മാറിയിരിക്കുകയാണ്. ഇടയ്ക്ക് ചായയൊക്കെ കുടിക്കും, പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ബ്ലാക്ക് കോഫി, നല്ല കോഫി പൗഡറിൽ ബ്ലാക്ക് കോഫി ഇട്ട് കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലുണ്ട് കേട്ടോ. അങ്ങനെ കുടിച്ച് വായി നോക്കി ഇങ്ങനെ മോന്തയിലൊക്കെ നോക്കിയിരുന്നപ്പോഴേക്കും മുഖം നിറച്ച കുത്തും കോമയും വള്ളിയും പുള്ളിയൊക്കെയാണ്. അതിനി എന്തൊക്കെ ചെയ്താലും അതിനി മാറില്ല, അതിനി അങ്ങനെ ഇരിക്കും അല്ലോ എന്നിങ്ങനെ ആലോചിച്ചൊക്കെ വിഷമിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴേക്കും വേദയ്ക്ക് വരാനുള്ള സമയമായി. ദിവസം ഒരു കമൻറ്റ് കണ്ടു, ചേട്ടൻ എന്താ ജോലി എന്ന് 2-3 വീഡിയോസിന് താഴെ കമൻറ്റ് കണ്ടു. ഏട്ടൻ ക്യാമറാമാനാണ്. ഇപ്പോൾ ഏട്ടനെ വർക്കില്ല. ഇപ്പോൾ ഏട്ടൻ അച്ഛന് റിയൽ എസ്റ്റേറ്റിൻ്റെ ബിസിനസ്സാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഏട്ടനും വർക്ക് ചെയ്യുന്നു. അത്ര തന്നെയാണ് പരിപാടി കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ കൂടെ വരുന്നുണ്ട്, എനിക്ക് വീഡിയോസ് എടുത്ത് തരുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഏട്ടൻ്റെ ജോലി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെ ഇരുന്നപ്പോഴേക്കും വേദ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്. വേദ എന്നും സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ ഒരു കറുത്ത് കരിക്കട്ടായിട്ടാണ് വരുന്നത് കേട്ടോ. ഷർട്ടിൻ്റെ ബാക്കി താഴോട്ട് കറുത്ത കളറും മുകളിലോട്ട് വെള്ള കളറിലുമാണ് ഇരിക്കുന്നത്. എന്താണ് അവിടെ വെയിലത്ത് കിടന്ന് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഭയങ്കര കോക്കോ കളിയാണ് കേട്ടോ. ഇപ്പോൾ 2 ദിവസമായിട്ട് വലിയ കറക്കലില്ല, എനിക്ക് തോന്നുന്നു. വെളിയിലൊന്നും ഇറങ്ങക്കില്ലാന്ന് തോന്നുന്നു. അവിടെ സ്കൂളിൽ ഡാൻസ് പ്രാക്ടീസ് നടക്കുകയാണ്. അടുത്ത മാസം അവർക്ക് സ്കൂൾ ആനുവൽ ഡേ ആണ്. അതിൻ്റെ പ്രാക്ടീസ് നടക്കുന്നതുകൊണ്ട് കോക്കോ കളിക്കാൻ ഇറങ്ങലില്ല എന്നാണ് ഒരു തോന്നൽ കേട്ടോ. വന്ന പാടെ തന്നെ തനിയെ മാഗി എല്ലാം എടുത്ത് അവളിൽ വെച്ച് സെറ്റാക്കിയിട്ട് കുറച്ചെന്തോ എഴുതാനുണ്ടായിരുന്നു. ട്യൂഷന് എഴുതാനുള്ളതാണ്. ഇന്നലെ വന്നിട്ട് എഴുതാതെ കളിച്ച് നടന്ന് ദീപം എടുത്ത് വെച്ച് എഴുതിക്കൊണ്ടിരിക്കുകയാണേ. എന്നോട് പറഞ്ഞു മാഗി ഒന്ന് റെഡി ആയോ എന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്നപ്പോഴേക്കും ഞാൻ കുറച്ച് വെജിറ്റബിൾസ് എല്ലാം ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വെജിറ്റബിൾസ് എല്ലാം ഇട്ട് ചീസൊക്കെ ഇട്ടിട്ടാണ് വേദ മാഗി ഉണ്ടാക്കിയത്. ഇപ്പം ഞങ്ങൾ നോർത്തിൽ പോകാനായിട്ട് കുറച്ച് പാക്കറ്റ് 2-3 പാക്കറ്റ് മാഗി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ആ മാഗിക്കകത്ത് ഇപ്പോൾ 2 മസാല പൗഡറിൻ്റെ പാക്കറ്റ് ഉണ്ട് കേട്ടോ. സാധാരണ ഒരു മസാല പൗഡറിലെ മാഗി മസാല കിട്ടുന്നത്, ഇതിപ്പോൾ ആ ഒരു മാഗിക്കകത്ത് 2 മസാല പൗഡർ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഇതെന്താ അങ്ങനെയെന്ന് വെച്ചപ്പോൾ എക്സ്ട്രാ 1 more മസാല എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇത് ഇട്ട് നോക്കിയപ്പോൾ വേറെ അധികം ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല, സെയിം ടേസ്റ്റ് തന്നെയാണ്. 2 മസാല എന്താണ് സംഭവം എന്ന് അറിയില്ല കേട്ടോ. നിങ്ങൾ വാങ്ങിയ മാഗിയിലെ സംഭവം ഉണ്ടായിരുന്നോ? പക്ഷേ ആ 2 മസാലയും കൂടി ഇട്ടപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റി യമ്മി ആയിട്ട് എനിക്ക് തോന്നി. മാഗി ഒട്ടും ഹെൽത്തി അല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണല്ലേ. ഇനി ഏതൊക്കെ ഇപ്പിയോ വേറെ ഏതൊക്കെ നൂഡിൽസ് വന്നാലും മാഗി തന്നെയാണ്. എന്തായാലും വേറെ ചീസൊക്കെ ഇട്ടാണ് ഉണ്ടാക്കിയത്, കൊള്ളായിരുന്നു. കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇട്ട്, അത് ഇവിടെ വെജിറ്റബിൾസ് ഇട്ട മാഗി വേറെ കഴിക്കത്തേ ഉണ്ടായിരുന്നില്ല കേട്ടോ. നോർത്തിൽ പോയി വെജിറ്റബിൾസ് ഇട്ട് മാഗി കഴിച്ചപ്പോൾ കൊള്ളാം. അതുകൊണ്ട് ഇപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടാണ് വേറെ കഴിക്കുന്നത്. അങ്ങനെ എന്നിട്ട് മാഗിയും ഒരു കോഫിയൊക്കെ തനിയെ തന്നെ ഇട്ടു. മറ്റേ 3-in-1 സാഷ പാക്കറ്റിലെ കോഫിയെല്ലാം വേറെ ഇട്ട് തനിയെ കഴിച്ചു. ട്യൂഷനെല്ലാം പോയിട്ട് വന്നപ്പോഴേക്കും ഞാൻ വീണ്ടും എന്തൊക്കെയോ ഫോണിൽ കുത്തി ഇരുന്നിട്ട് ഒന്ന് മുടിയെല്ലാം അഴിച്ച് പണിത് കെട്ടാമെന്നും പറഞ്ഞിട്ട് മുടി അഴിച്ച് കെട്ടാണേ.
ഞാൻ പറഞ്ഞില്ലേ വേദയ്ക്ക് സ്കൂളുള്ള ദിവസം രാവിലെ തന്നെ വേദ സ്കൂളിൽ പോകുമ്പോൾ തന്നെ ജോലിയെല്ലാം ആവും. ചോറാണ് കൊടുത്തു വിടുന്നതെങ്കിൽ ചോറും കറികളും എല്ലാം ആവും. അപ്പോൾ വേദയ്ക്ക് സ്കൂളില്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ 8-9 മണിയാവും. ഇപ്പോൾ പിന്നെ 8 മണിയൊക്കെ ആകുമ്പോൾ വരുന്നത്. നേരത്തെ അതിലും താമസിച്ച് 9-10 മണിയൊക്കെ ആയിട്ടേ വരത്തുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങി വരും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ലഞ്ച് ഉണ്ടാക്കി ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ 2 മണി തന്നെ കേട്ടോ സമയം. ഇപ്പോൾ വേദ സ്കൂളിൽ വിടുന്ന സമയം ഞാൻ 5:45 അലാം വയ്ക്കും. 6 മണിയാകുമ്പോൾ എഴുന്നേക്കും. എന്നിട്ടൊന്ന് ഫ്രഷായി വരുമ്പോൾ 6:30 മണിയാവും കേട്ടോ. അത് അങ്ങനെ അങ്ങ് ശീലമായി. കറക്റ്റ് 6 മണിയാകുമ്പോൾ ഞാൻ എഴുന്നേക്കും. 6:30 മണിയാകുമ്പോൾ ഉറപ്പായിട്ട് എഴുന്നേക്കും. പിന്നെ ഫോണിലൊക്കെ നോക്കി കിടന്നിട്ട് ഇറങ്ങി വരാൻ വലിയ മടിയാണ്. അങ്ങനെ കിടന്ന് ഒരു 8 മണിയൊക്കെ ആയിട്ട് സ്കൂളില്ലാത്ത ദിവസം ഇറങ്ങി വരത്തുള്ളൂ എന്നുദ്ദേശിച്ചത് നമ്മൾ മുകളിലാണ് കിടക്കുന്നത്. മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന കാര്യമാണ് പറയുന്നത് കേട്ടോ. വേദയാണെങ്കിൽ വേദയും വേദയുടെ ഫ്രണ്ട്സും കൂടി ഒരു സ്കൂളിൽ ആനുവൽ ഡേ എന്ന് പറഞ്ഞിട്ട് ഫോണ് കൈ പോലും കിട്ടാൻ പറ്റാണ്ട് ഫ്രണ്ട്സും അവളും കൂടെ ആയിട്ട് ചാറ്റിങ് കേട്ടോ. ഡ്രസ്സിൻ്റെ കാര്യം പറയുന്നു, ഹെയർ സ്റ്റൈൽ പറയുന്നു, അത് പറയുന്നു, ഇത് പറയുന്നു. സത്യം പറഞ്ഞാൽ ദേഷ്യം വന്നിട്ട് വയ്യ. അങ്ങനെ ഞാൻ എപ്പോഴും ഫോണിലാണ്. ഏട്ടനാണെങ്കിൽ ഫോണിനെക്കാട്ടി കൂടുതൽ ടി വിയിൽ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു ഏട്ടൻ്റെ ഫോണിൽ എടുത്ത് ഉപയോഗിക്കുക, എൻ്റെ ഫോൺ എനിക്ക് തരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഏട്ടൻ്റെ ഫോണിൽ 24 hours ഈ പിള്ളേർ തമ്മിൽ ചാറ്റിംഗ് ആണ്. സ്കൂളിൽ പോകുമ്പോൾ ഇതൊന്നും സംസാരിക്കാൻ നേരമില്ല എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അവൾ പറയാം സ്കൂളിൽ ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല, അപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യമൊന്നും സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഓൺലൈനായിട്ട് ഡ്രസ്സ് നോക്കുന്നു, അത് നോക്കുന്നു, ഇത് നോക്കുന്നു. ഫോൺ തറയിൽ വെക്കാനുള്ള ഒരു ഇതാണ് 2 ദിവസം കൊണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ദേഷ്യം വരുന്നുണ്ടേ. അത് കഴിഞ്ഞ് രാത്രി ആയിട്ടുണ്ടെങ്കിൽ രാത്രി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ, വയറ് നിറയ്ക്കണ്ടേ. അപ്പോൾ ഇവിടെ സാധാരണഗതിയിൽ രാത്രി ഫുഡ് കഴിക്കുന്നത് ഏട്ടൻ മാത്രമാണ്. ഞാനും അധികം മിക്കവാറും ഒന്നും കഴിക്കില്ല കേട്ടോ. പിന്നെ കഴിക്കുന്ന ദിവസം അതിഗംഭീരമായിട്ടുള്ള കഴിപ്പായിരിക്കും കഴിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പെരുവി പോകുന്നത്. അപ്പോൾ ഇവിടെ വീട്ടിലെ മിക്കവാറും ഏട്ടൻ മാത്രമേ രാത്രി കഴിക്കത്തുള്ളൂ. വേറെ സ്കൂളിൽ നിന്ന് വന്നിട്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിച്ചാൽ പിന്നെ വൈകിട്ട് വേണമെന്നില്ല. പിന്നെ പൊറോട്ടയും ചിക്കനും ഒക്കെ ആണെങ്കിൽ വേദ ഉറപ്പായിട്ടും കഴിക്കും. വേറൊന്നും അല്ല എങ്കിൽ വേദയ്ക്ക് വേണമെന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഡിന്നറും സെയിം മെനു തന്നെയാണ്. മീൻ വറുത്തത് ഞാൻ പറഞ്ഞില്ലേ, മീൻ വറുത്തത് വൈകിട്ടത്തേക്കും വരും എന്നുള്ളത്. ഇവിടെ ഒന്ന് പേരിന് വേണ്ടി ഒന്ന് മണപ്പിക്കാൻ വേണ്ടി മതി കേട്ടോ, അല്ലാണ്ട് ഒരുപാടൊന്നും ഇവിടെ ആരും കഴിക്കത്തില്ല. പിന്നെ ഡാൽ കറി ഉണ്ടായിരുന്നു. ഹെൽത്തി അല്ലേ, ഡാലും പാലക് ചീര എല്ലാം കൂടെ ചേർന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റും കേട്ടോ. അപ്പത്തിനോടൊപ്പം ഒക്കെ കഴിക്കാനായിട്ട് കൊള്ളാം. അതുകൊണ്ടാണ് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ചോറിനോടും കഴിക്കാൻ കൊള്ളാം. അതുകൊണ്ടാണ് ലഞ്ചിനും എടുത്തത്. പിന്നെ കത്തിരിക്കൊക്കെ മെഴുക്ക് പുരട്ടാനുണ്ടായിരുന്നു, ഞാൻ പിന്നെ എടുത്തില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ മടിച്ചു. എന്നിട്ട് വൈകിട്ട് ദൊപ്പമാണ് ഉണ്ടാക്കുന്നത്. ദൊപ്പം ദോശക്കല്ലിൽ അപ്പത്തിൻ്റെ മാവ് ഒഴിച്ചുണ്ടാക്കുന്നതാണ് എൻ്റെ ദൊപ്പം എന്ന് പറയുന്നത്. ആക്ച്വലി രാവിലെ അപ്പം ഉണ്ടാക്കിയപ്പോൾ നല്ല മാവായിരുന്നു, നല്ല അപ്പം കിട്ടി. പക്ഷേ ഇത് ഫ്രിഡ്ജിൽ വച്ചിട്ട് മാവ് എടുക്കുമ്പോൾ ചിലപ്പോൾ അത്രയും നല്ലതായിട്ട് കിട്ടണമെന്നില്ല. അതുകൊണ്ട് ഞാൻ ദോശക്കല്ലിൽ ഇങ്ങനെ കോരി ഒഴിക്കും. എന്നിട്ട് പരത്തൊന്നുമില്ല, ജസ്റ്റ് മൂടി വെച്ച് വേവിക്കും കേട്ടോ. അപ്പോൾ അപ്പത്തിൻ്റെ സെയിം ടേസ്റ്റ് കിട്ടും, ഷേപ്പ് കിട്ടില്ലെന്നേ ഉള്ളൂ, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ അപ്പം അപ്പക്കല്ലിൽ ഒഴിച്ചിട്ട് നല്ല ഷേപ്പോ നല്ലതായിട്ട് കിട്ടിയില്ല എങ്കിൽ ഈ ദോശക്കല്ലിൽ ഒഴിച്ച് ഇങ്ങനെ വേവിച്ചെടുത്താൽ കുഴപ്പമില്ലാണ്ട് നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. എത്ര നല്ല അഴുക്കമാവും ദോശക്കല്ലിൽ ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ടാക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ അപ്പത്തിൻ്റെ ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റുമേ. അപ്പത്തിൻ്റെ മാവ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമ്മൾ അരച്ച് വെച്ചിട്ട് നാളെ രാവിലെ എടുത്ത് ചുടുന്നതാണ് ടേസ്റ്റ്. പിന്നീട് ചുട്ടാൽ അത്രയും രുചി ഉണ്ടാവത്തില്ല കേട്ടോ. ചിലപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് എടുക്കുമ്പോൾ കറക്റ്റ് ഒരു പെർഫെക്ഷൻ കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് ദോശക്കല്ലി ചുടാന്ന് കരുതിയത്. ഇവിടെ ഏട്ടന് കഴിക്കാനിരിക്കുമ്പോൾ എല്ലാ സാധനങ്ങളും ചൂടോടെ വേണം, ആവി പറക്കണം കേട്ടോ. അതുകൊണ്ട് ഈ ഉച്ചയ്ക്കൊക്കെ ഇതിപ്പോൾ രാവിലെ ഉണ്ടാക്കിയതെല്ലാം ഉച്ചയ്ക്കും ചൂടാക്കും, വൈകിട്ടും ചൂടാക്കും. ചൂടാക്കി ചൂടോടെ ആണെങ്കിലേ കഴിക്കത്തുള്ളൂ. ചൂട് സാധനം തണുത്തിട്ടേ കഴിക്കത്തുള്ളൂ, എങ്കിലും ചൂട് വേണം. എനിക്കാണെങ്കിലും നേരെ ഓപ്പോസിറ്റാണ്. ഏതൊരു ആഹാരവും തണുത്ത് ഐസ് പോലെ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ. ഫ്രിഡ്ജിൽ നിന്നൊക്കെ ഡയറക്റ്റ് എടുത്ത് ഞാൻ ആഹാരം കഴിക്കാറുണ്ട്. അപ്പോൾ വീട്ടിലൊക്കെ അച്ഛനും അമ്മയൊക്കെ വഴക്ക് പറയാറുണ്ട് ഇങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് കഴിച്ചുകൂടാന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് അതാണ് ഭയങ്കര ഇഷ്ടം. നല്ല തണുത്ത് ഇരിക്കണം, എങ്കിൽ അതിൻ്റെ സ്വാദ് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അല്ലാതെ ചൂടോടെ വാരി വിഴുങ്ങുമ്പോൾ ആ ചൂടിൻ്റെ ഒരു ഇതിൽ നമുക്ക് ആ കറക്റ്റ് ടേസ്റ്റ് ഒന്നും ടേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും തണുത്ത് നല്ലതാവുന്നത് വരെ വെയിറ്റ് ചെയ്ത് കഴിക്കാൻ നോക്കും. പിന്നെ പുറത്തൊക്കെ പോകുമ്പോൾ നമുക്കത് വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ലല്ലോ. വീട്ടിലാണെങ്കിൽ ചൂടുള്ള സാധനം കൊണ്ടുവന്ന് ഫാനിൻ്റെ താഴെ വെച്ച് അത്രയും തണുത്ത ശേഷം ഞാൻ കഴിക്കത്തുള്ളൂ. എങ്കിൽ മാത്രമേ അത്രയും എനിക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ നിങ്ങളുടെ എത്ര പേരുടെ വീട്ടിൽ ഇപ്പോഴും ഈ ഇരുമ്പിലെ ചട്ടി ദോശ ചൂടാൻ എടുക്കുന്നുണ്ട്? അയൺ തവ
എത്ര പേരുടെ വീട്ടിൽ ദോശ ചുടാൻ എടുക്കുന്നുണ്ട്. ഇപ്പം എല്ലായിടത്തും നോൺ സ്റ്റിക്കൊക്കെ അല്ലേ. അപൂർവം ചില വീടുകളിൽ മാത്രമേ ഇത് ഉണ്ടാവത്തുള്ളൂ. പക്ഷേ ഇതിലുണ്ടാക്കി ചുടുന്ന ദോശയുടെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. ഇതിപ്പോൾ അപ്പം ആയാലും ഇരുമ്പക്കല്ലിൽ ചുട്ടെടുക്കുന്ന അപ്പത്തിൻ്റെ ടേസ്റ്റ് അതൊന്ന് വേറെ തന്നെയാണ്. അത് അടുപ്പായാലും അതെ, വിറകടുപ്പിൽ ഉണ്ടാക്കി കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ, ഗ്യാസ് സ്റ്റൗവിൽ ഉണ്ടാക്കി കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ കേട്ടോ. എല്ലാം ഇപ്പോൾ അമ്മിക്കല്ലായാലും അമ്മിക്കല്ലിൽ അരച്ചുണ്ടാക്കുന്നതിന് ഒരു സ്വാദ് കൂടുതലായിരിക്കും, മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കുന്നതിനും സ്വാദ് കൂടുതലായിരിക്കും, വേറെ ആയിരിക്കും, കൂടുതലല്ല വേറെ ആയിരിക്കും. സോ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഡിന്നറും സെറ്റായിട്ടുണ്ട്. എന്താണ് ദൊപ്പവും ഡാൽ പാലക് ചീര കറിയും ഫിഷ് ഫ്രൈയും നല്ല കോമ്പിനേഷനാട്ടോ, നല്ല ചീരക്കറിയാണ്. ഇത്രയും തന്നെയാണ് ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ആണ്, കാരണം വേറെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊന്നുമില്ല. ശരിക്കും രാവിലത്തെ വീഡിയോ എടുക്കണമെന്ന് കരുതിയാണ്, അത് നടന്നില്ല. പിന്നെ ഇന്ന് എനിക്ക് അധികം വേറെ ജോലികളൊന്നും ഉണ്ടായിരുന്നില്ല വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഇത്രയും കുഞ്ഞായിട്ടുള്ള ഇങ്ങനൊരു വീഡിയോ വന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വിശേഷം ഇവിടെ എൻഡ് ചെയ്യാം. എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വിശേഷം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ കാണാം. നിങ്ങളുടെ വീട്ടിലും ഇരുമ്പ് ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അറിയണമല്ലോ എത്ര പേരുടെ വീട്ടിലാണ് ഇരുമ്പ് ചട്ടിയൊക്കെ ഉള്ളതെന്ന്. എന്തായാലും ടാറ്റാ.